ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഗോബി മഞ്ചൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ ടൈമിൽ കാണുന്നതാണ് നമ്മളെ ഈ കോളിഫ്ലവർ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ ആ കോളിഫ്ലവർ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ച് ഉപ്പും വെള്ളവും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഹാഫ് കുക്കാവുന്ന രീതിയിലൊന്ന് വേവിച്ചാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഗ്യാസ് അടുപ്പിൽ ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ഒരു ഹാഫ് കുക്കാവുന്ന വരെ നമുക്ക് വേവിക്കാം. ആ ഒരു ടൈമിൽ നമുക്കതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എരിവ് കുറച്ച് ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ലേശം ചിക്കൻ മസാല. അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അവർ കുറച്ചുകൂടി ഒരു ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചേർത്താണ്. പിന്നെ 1 സ്പൂണ് മൈദപ്പൊടി, 1 സ്പൂണ് കോൺഫ്ലോർ, 1 സ്പൂണ് റവ. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അപ്പോഴേക്ക് വെന്ത് വന്ന കോളിഫ്ലവറും കൂടെ ഇതിലിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളെ ഒരു ഹാഫ് പോർഷൻ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. മസാല റെഡി ആയാൽ തന്നെ നമ്മളെ പകുതി പണി ഇവിടെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ കോളിഫ്ലവർ ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കോളിഫ്ലവർ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മളെ മിക്സ്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ വെന്ത് വന്നിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം വേണ്ട, വെള്ളം ഒന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്യാം. നമ്മൾ കോളിഫ്ലവറിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ മസാല എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഹാഫ് കുക്ക് എന്ന് പറയുന്നത് വെച്ചാൽ നല്ല രീതിയിൽ കുക്കാകുമ്പോൾ നമുക്കിത് ഈ ഒരു മസാല കൂട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഹാഫ് കുക്കായി പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ ബാക്കിയും കൂടെ ആവും. എന്നിട്ട് ആ ഒരു ക്രിസ്പി തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ പുറമേ നിന്ന് വാങ്ങി കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മൾ നല്ല വാഷ് ചെയ്ത് അതേപോലെ നല്ല കുക്കായിട്ടൊക്കെയല്ലേ നമ്മൾ എടുക്കുക. കുട്ടിയൊക്കെ വാശി പിടിക്കുമ്പോൾ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ പീസ് ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ പീസുകളിലൊക്കെ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ, മക്കളെ ഇഷ്ടം, അതായത് കഴിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 സൈഡും ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിടണ്ട, കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മളിതിട്ട് കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് നെക്സ്റ്റ് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടാറ്റാ ബൈ.